ഹലോ. അപ്പോൾ ദ ഡേ ഇൻ മൈ ലൈഫ് സീരീസിൻ്റെ 4th ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു മസാല ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ദോശ കഴിഞ്ഞ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബാക്കി മസാലകളെ കാര്യങ്ങളാക്കുവാണ്. ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് ബീട്രൂട്ട് ഇല്ലാണ്ട് ഞാൻ മസാല ദോശയാക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായ വെക്കുന്നുണ്ട്, അതിനുള്ള കുറുക്കാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അതായത് മസാലക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ച് ഒരുക്കുവാണ്. അതിനിടയ്ക്ക് കുട്ടാടിന് ചായ കൊണ്ടു കൊടുത്തു, ആദൂസിന് ഫുഡ് കൊടുത്തു. കുട്ടാടൻ കൊടുത്തോളൂ ഫുഡ്. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമായിരുന്നു ഉണ്ടായിരുന്നു, അത് രണ്ടും വേവിക്കാൻ വെച്ചു. പിന്നെ മസാലകൾ ഉള്ളി വഴറ്റി പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. എന്നിട്ട് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയും ഈ ഉടച്ച് വെച്ച സംഭവം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്ത് വെക്കുക. ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ദോശയാക്കി അതിനകത്ത് നെയ്യ് നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ആദൂസിനും കൂടെ ദോശ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അധികം പച്ചമുളക് ഇട്ടിട്ടില്ല മസാലയിൽ. അപ്പം അങ്ങനെയായി. പിന്നെ ചോറാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ഹറിബറി ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഹെവി ലഞ്ചായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ആദൂസിന് ഡ്രസ്സ് ഊരാൻ പറ്റാത്തതിലുള്ള അവനതും കൊണ്ട് കളിക്കുന്നുണ്ട് കുറേ സമയം. അതിനുശേഷം ഞാൻ ക്ലീനിങ് ആയിരുന്നു ഒന്ന് മൊത്തം ആകൊക്കെ. നാളെ പെരുന്നാളാണല്ലോ, അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. പിന്നെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പെരുന്നാളിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വീക്കിലി ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പച്ചക്കറിയൊക്കെ വാങ്ങിയോണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഇതിന് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ആക്കുമ്പോൾ വേണമല്ലോ. അങ്ങനെ നമ്മൾ താമ്പരത്തേക്ക് പോയി. താമ്പര റെയിൽവേ സ്റ്റേഷനാണിത്. അവിടെ നിന്ന് നേരെ മാർക്കറ്റിലോട്ട് പോയി മീൻ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഫിഷൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പച്ചക്കറി 2-3 പച്ചക്കറിയും കൂടെ വാങ്ങാനുണ്ടായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു. പിന്നെ പാർട്ടീൻ്റെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ പെരിങ്ങലത്ത് ഒരു വൻ പടക്കം പൊട്ടിക്കലും പരിപാടിയും ഗാനമേള വൈബൊക്കെ. അപ്പോൾ അതും അതിനിടയ്ക്ക് തുള്ളുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കുറേ ഫ്ലക്സൊക്കെ കണ്ടിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മോൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആരാ എന്താണെന്നൊന്നും അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ പിന്നെ കണ്ടോ ഫ്ലക്സൊക്കെ അടിച്ചിട്ട് കണ്ടോ കുഞ്ഞിൻ്റെ. ഒരുപാട് ആൾക്കാർ ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ വീട്ടിലെത്തി. ഫിഷൊക്കെ ഞാൻ കഴുകി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുവാണ്. എല്ലാം ഫ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ടതൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നൊരു ഫിഷ് ബിരിയാണി ആക്കാമെന്ന്. അപ്പോൾ അതിന് 2 മീൻ മാത്രം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ മസാല ഭയങ്കര കുറച്ച് ആഡ് ചെയ്തില്ല. ഇതിൽ കളർ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറേ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഫിഷ് ബിരിയാണിയൊക്കെ ആക്കി അതൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ പെരുന്നാളല്ല, അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ മെഹന്തിയൊക്കെ ഇടാമെന്ന് വെച്ചു. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് ഞാനും കിടന്നുറങ്ങി.